ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് തിരക്കുകളാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീതനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് വെണ്ണൂറൊക്കെ ഒന്ന് വാരിയിട്ട് നമുക്ക് കടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് ഉള്ളിക്കൂട്ടാൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉള്ളിക്കൂട്ടാൻ എന്നാണ് ഇവിടെ പറയട്ടോ. എന്താണ് എല്ലാവരും പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരേണ്ട എന്താ സംഭവം എന്നുള്ളത്. ഉള്ളിക്കൂട്ടാൻ എന്ന് പറയും. അപ്പം ദോശയ്ക്ക് ഞാൻ മാവൊക്കെ കലക്കിയിട്ടുണ്ട് കേട്ടോ. കലക്കിയതിന് ശേഷം രാവിലെ തന്നെ അടുപ്പ് കത്തി കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ഇപ്പം മഴയില്ല, പക്ഷേ മഴയുടെ സമയത്തൊക്കെ ഉള്ള ആ ഒരു വറകാണല്ലോ. അപ്പോൾ അത് കാരണം ചെറിയൊരു ഇതുണ്ട്. കാരണം കത്തിക്കിട്ടാൻ കുറച്ച് പാടാണ്, എന്നാലും കത്തിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് വയറൊന്ന് കാളൽ തുടങ്ങി. അപ്പോൾ രാവിലത്തെ ഒരു ഗ്ലാസ് ചായ അതിൻ്റെ സമയമായിട്ടുണ്ട് എന്നറിയിക്കുകയാണ് കേട്ടോ നമ്മുടെ വയറ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് ചായ. എന്നിട്ട് ഞാൻ പിന്നെ ദോശയുടെ പരിപാടിക്ക് നിന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ദോശയ്ക്ക് പറഞ്ഞതിന് ശേഷം നമുക്കിന്ന് എരുന്താണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നാത്തൂന് തന്നതാണേ. അവിടെ പോയപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ നാത്തൂൻ തന്നതാണ് കേട്ടോ എരുന്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചോറിലേക്ക് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. ഇതിൻ്റെ ഇടയിൽ ദോശകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശകൾ കഴിഞ്ഞിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. എന്താണ് സംഭവം എന്ന് വിചാരിക്കരുത് കേട്ടോ. ഉള്ളിക്കൂട്ടാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാൻ ഇനി വേറെ എവിടെയെങ്കിലും ആരെങ്കിലും വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞത്. സാധാരണ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടി അതിൽ മസാലകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്, അത്രേ ഉള്ളൂ. നമ്മൾ അധിക വീട്ടുകളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ദോശക്കൊക്കെ ഇത് ബെസ്റ്റാണ്. ദോശയ്ക്ക്, ചപ്പാത്തിക്ക് ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതിൽക്ക്. അപ്പോൾ ഞാൻ അതിൽക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഉള്ളിക്കൂട്ടാൻ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തലേ ദിവസത്തെ കറിയൊന്നും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്കടിക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉള്ളിക്കൂട്ടാൻ. ഇതിന് സാധാ മസാലകൾ നമ്മൾ എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതൊക്കെ തന്നെ. നമ്മൾ ചിക്കൻ മസാല ഇച്ചിരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചു, അത്ര തന്നെ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഉള്ളിക്കൂട്ടാൻ. നിങ്ങളെല്ലാവരും ഇതാണോ ഉള്ളിക്കൂട്ടാൻ, ഇത് ഞങ്ങൾ ഉണ്ടാക്കാറില്ലല്ലേ എന്ന് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ മുൻകൂറായി പറഞ്ഞത്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം. അടുത്തായി ഞാൻ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ റോസ്റ്റിനുള്ള ഉള്ളിയും തക്കാളിയും അരിഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് റോസ്റ്റ് നേരാക്കാൻ എരുന്ത് നേരാക്കാൻ നിൽക്കാൻ കേട്ടോ. എപ്പോഴും എൻ്റെ വർത്താനം കേട്ടിട്ട് ഞങ്ങൾ ബോറടിക്കാറ്. പിന്നെ കുറച്ച് സമയം എൻ്റെ പാട്ട് കേട്ട് നിങ്ങൾ ബോറടിക്കുന്നത് അല്ല പിന്നെ അല്ലേ. അപ്പോൾ ഇത് പച്ചമുളക് നമ്മളിങ്ങനെ ഞെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഈ പച്ചമുളകിന് ഒരു കേടുണ്ടാവില്ല കേട്ടോ. അറിയണുണ്ടാവും എല്ലാവർക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം എന്ന് കേട്ടിട്ടില്ലേ, അതന്നെ. അപ്പം അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഈ പച്ചമുളക് പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. ഞാൻ എരുത് നന്നാക്കാൻ നിന്നുണ്ടായിരുന്നു കേട്ടോ. എരുത് കുറേ വട്ടം കഴുകി ഞാൻ ഒരു 5-6 പ്രാവശ്യമൊന്നുമല്ല, അതിൽ കൂടുതൽ ഞാൻ കഴുകിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് കഴുകണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതിലൊരു പൂയി ഉണ്ടാവും കേട്ടോ. പൂയി മീൻസ് നമ്മൾ ചെറിയ തരി കല്ലുണ്ടല്ലോ, അതുണ്ടാവും കേട്ടോ. നല്ലോണം കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും കഴിക്കുമ്പോൾ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ എരുന്ത് കഴിക്കുന്നത്. എരുന്ത് ഞാൻ കല്യാണത്തിന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ എനിക്കറിയില്ലല്ലോ ഇതിന് ഇത്രയും പൂയി ഉണ്ടാവുമെന്നും കല്ലുണ്ടാവുമെന്നും ഒന്നും എനിക്കറിയില്ലല്ലോ. ഞാനത് വെച്ചു. സാധാരണ നമ്മൾ കഴുകുന്ന പോലെ തന്നെ നല്ല കാണുമ്പോഴും നമുക്ക് പൂയൊന്നും കാണൂല. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പൂയി ഉണ്ടെന്നോ തരി ഉണ്ടെന്നോ ഒന്നും കാണൂല കേട്ടോ. ഇത് നോക്കിയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിയിൽ ഉണ്ടോ അത് കഴുകിയപ്പം അതിൻ്റെ പൂയാണ് കേട്ടോ. ഈ പൂയി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ അതിൻ്റെ മണൽ പോലത്തെ ഇല്ലേ, ചെറിയ മണ്ണ് എന്നൊക്കെ പറയും, മണൽ പോലത്തെ അതാണ് കേട്ടോ. അതിങ്ങനെ എന്താ പറയുക ഊറി വന്നതാണ്. ഞാൻ കഴുകിയിരുന്ന് എനിക്ക് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഞാൻ കഴുകിയിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയിട്ടോ. ഒരുപാട് തവണ വെള്ളം മാറ്റി നന്നായി കൈയിട്ടൊക്കെ നല്ല
അങ്ങനെ ഞെക്കി പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിനെ വിടാൻ പോയിണ്ടായിരുന്നു. കോഴിക്ക് കുറച്ച് എന്നും തുറക്കുന്നതിനേക്കാൾ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ അതിൻ്റെ പണിമ നിന്ന കാരണം കോഴീനൊക്കെ വിട്ടുകൊടുത്തിട്ട് ഞാൻ പിന്നെ റോസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു. മോള് എണീറ്റിട്ടില്ല കേട്ടോ. മോള് രാവിലെ ഒന്ന് എണീറ്റു. അവൾക്ക് പനിയാണ്, വയ്യ, പനിയുണ്ട്, നല്ല പനി ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഉറക്കിയതാണ്. പിന്നെ എണീറ്റിട്ടില്ല. അപ്പോൾ ഏത് സമയവും നീക്കാം. അപ്പോൾ നീക്കുമ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ചെയ്യുന്നത്. നീറ്റാൽ പിന്നെ അവൾ ഒന്നിനും സമ്മതിക്കില്ല. ഇപ്പോൾ വയ്യാത്ത കാരണം പ്രത്യേകിച്ച് ഒരു കരച്ചിലാണ് എപ്പോഴും. അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ വേഗത ചെയ്ത് തീർക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഉള്ളി വാട്ടിയതിന് ശേഷം ഞാൻ അതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ടിട്ട് തക്കാളി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. ഇടയ്ക്ക് ഞാൻ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളി വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തത്. സാധാ നമ്മളെ പൊടികൾ തന്നെയാണ് കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ വലിയ ജീരകം, ഉപ്പ് ഞാൻ മുന്നേ ഉള്ളി വാടാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സാക്കിയത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക അല്ലേ? എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ വെക്കുക. അപ്പം ഞാനിങ്ങനെയാണ് റോസ്റ്റ് ഉണ്ടാക്കാറ് കേട്ടോ. അതും ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിലും കൂന്തൽ റോസ്റ്റ് ആണെങ്കിലും അതുപോലെ ഈ എരുന്താണെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. ഞാൻ മസാലകളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ചെയ്യുക. ഒക്കെ ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ എരുന്നിട്ട് കൊടുത്തു കേട്ടോ. കുറച്ചുകൂടെ എരുന്നിട്ട് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം തോന്നി. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുള്ള പോലെ തോന്നിയിട്ടോ. അങ്ങനെ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വിചാരിച്ചു കേട്ടോ. ഈ ചട്ടി ഒരിക്കലും വിവാദമായതാണ്. ഈ വിവാദം മീൻസ് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ചട്ടി എവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. നമുക്ക് നിങ്ങളെ കാണിക്കുക എന്നതിലുപരി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണോ ഡെയിലി ചെയ്യുന്നത്, ഞാൻ എന്താണോ അതേപോലെ തന്നെ നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. അതിൽ എൻ്റെ കുറവുകളുണ്ടാവും, എൻ്റെ പോസിറ്റീവ് ഉണ്ടാവും, എൻ്റെ നെഗറ്റീവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയുള്ളത്. പിന്നെ നമുക്കൊരു സാധനത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെക്കണമല്ലോ. നിങ്ങളെ കാണിക്കുക എന്നതിലുപരി എനിക്കത് ടേസ്റ്റും കൂടെ കിട്ടണം എന്നും കൂടി ഉണ്ടല്ലോ, നമുക്ക് കഴിക്കാനും പറ്റണമല്ലോ. അപ്പോഴത്തേക്കും പിന്നെ കാക്കു നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്കു ഞാനും കൂടി ഇരുന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് കറക്റ്റ് അപ്പോഴത്തേന് മോളും എണീറ്റു. അതിൻ്റെ ഇടയിൽ റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോൾക്ക് ഞാൻ ദോശ കൊടുത്തിട്ടോ. വയ്യാത്ത കാരണം ഫസ്റ്റ് നിങ്ങളൊരു ചുമ കണ്ടില്ലേ, കേട്ടില്ലേ, അതാണ് അവസ്ഥ. ഇപ്പോൾ ചുമയാണ്, പനിയാണ്. ആ സമയത്തൊക്കെ ദോശ കൊടുക്കുമ്പോഴൊക്കെ നല്ല പനി, അത് കഴിക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. എനിക്ക് ഗ്യാസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പുതിയത് വാങ്ങിച്ചതാണ്. പഴയതിൻ്റെ ഒരു അടുപ്പ് നമുക്ക്, അതായത് ഒരു ഇത് കത്തിക്കുന്നത് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കു കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് വന്ന അന്നാണ് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്, അന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയ ഗ്യാസാണ്. ചിലരെങ്കിലും കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഏതാ ഗ്യാസ് എന്നുള്ളത്. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കലൊക്കെ ഒരു വിധത്തിൽ കഴിച്ചിട്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ നിന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ വേഗം അടിച്ചുവാരി തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലോടും ഒന്ന് അടിച്ചുവാരി എടുത്തു. അതിൻ്റെ ഇടയിൽ മോൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. പുറത്തുമ്മ കയറിയിരിക്കുന്നു. അങ്ങനെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോൾക്ക് ഫുഡ് കൊടുത്തു. ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാക്കു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജുമ കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കാക്കു ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാക്കു പിന്നെ അങ്ങനെ ജോലിക്ക് പോയിട്ടോ. ഞാനും കുറച്ച് നേരം അവിടെ കിടക്കുകയും ചെയ്തിരുന്നു മോളെ ഉറക്കിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പിന്നെ നാത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് വയ്യ, കാക്കു വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും നാത്തൂനും കൂടെ അവിടെ അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ടോ. അതിന് പിന്നെ അവളെ കാണിച്ചു. ഗുളികയും മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.